പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിൽ പ്രതി മരിച്ച സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജോലിയിലെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ നടപടിയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ സസ്പെൻഷനിലേക്കുള്ള വഴി? പാലക്കാട് എക്സൈസ് ലോക്കപ്പിനുള്ളിൽ ഇന്ന് രാവിലെയാണ് ഈ കഞ്ചാവ് കേസിലെ പ്രതിയായ ഷോജോ ജോൺ എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ടോടുകൂടെയായിരുന്നു ഇയാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. തുടർന്ന് രാവിലെ ഉദ്യോഗസ്ഥർ എത്തി നോക്കിയപ്പോൾ ഇയാൾ ഉടുത്തിരുന്ന മുണ്ട് കെട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജോലി കൃത്യമായി നിറവേറ്റിയില്ല, അല്ലെങ്കിൽ കൃത്യവിലോപം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുക. ഈ ഷോജോ ജോണിന്റെ കുടുംബം രാവിലെ ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്, ഇതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ശരി, പാലക്കാട്ടെ എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിൽ പ്രതി മരിച്ച സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.